ഡൽഹിയിൽ വീണ്ടും ബുൾഡോസർ ഇടിച്ചു നിരത്തൽ. കൽക്കാജി മേഖലയിലാണ് ഇടിച്ചു നിരത്തൽ. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് ഡൽഹി വികസന അതോറിറ്റിയുടെ നടപടി. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അജീഷ്, ഈ ബുൾഡോസർ ഇടിച്ചു നിരത്തൽ പാടില്ല എന്ന കോടതി വിധി നിലനിൽക്കെയാണ് ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എന്താണ് കൽക്കാജിയിൽ ഇപ്പോൾ നടക്കുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെ? ഇന്ന് രാവിലെയാണ് വീണ്ടും ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത്. 5 ബുൾഡോസർ കൊണ്ടുവന്ന് ഏതാണ്ട് 1200-ലധികം വരുന്ന കെട്ടിടങ്ങൾ, ഇത് ഈ കൽക്കാജി മേഖലയിലാണ് ഇന്നത്തെ ഈ ഇടിച്ചു നിരത്തൽ നടന്നത്. അവിടുത്തെ 1200-ലധികം വരുന്ന കെട്ടിടങ്ങളും ചെറിയ വീടുകളുമൊക്കെയാണ് ഇടിച്ച് നിരത്തിയത്. ഏതാണ്ട് 3000-ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു മേഖലയാണ്, ഭൂമിഹീൻ ക്യാമ്പാണ് ഇവിടെ. ഇത് കഴിഞ്ഞ ദിവസം ഈ ഡൽഹി ഹൈക്കോടതി ഈ ക്യാമ്പ് ഇത് അനധികൃതമായി സ്ഥാപിച്ച ക്യാമ്പാണെന്നുള്ള ഉത്തരവിട്ടിരുന്നു. അതിനുശേഷമാണ് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി ഒരു നോട്ടീസ് നൽകിയത് പ്രകാരം ജൂൺ 8, 9, 10 ഈ 3 ദിവസത്തിനുള്ളിൽ ഒഴിഞ്ഞു പോകണമെന്നായിരുന്നു നോട്ടീസ് നൽകിയത് അവിടുത്തെ അന്തേവാസികൾക്ക്. അതിനുശേഷമാണ് ഇന്ന് ഈ നടപടി തുടങ്ങിയത്. ഈ വീട് ഇടിച്ചു നിരത്തുകൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. നിരവധി പേർ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ്. കാരണം ഒരുപാട് വർഷത്തെ കോടതി വ്യവഹാരങ്ങൾക്കൊക്കെ ശേഷമാണ് കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് ഇട്ടത്. ഈ സ്ഥലങ്ങൾ ഇടിച്ചു നിരത്താൻ അനധികൃതമായി സർക്കാർ ഭൂമിയിൽ സ്ഥാപിച്ച കെട്ടിടങ്ങളായതുകൊണ്ട് തന്നെ. പക്ഷേ ഈ പലരും ഈ അനർഹമായി ഇവിടെ കുടിയേറി പാർത്തവരാണ്. UP, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുടിയേറി പാർത്തവരുണ്ട്. അവർക്കൊക്കെ വ്യക്തമായ രേഖകളില്ലാത്തത് കൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഫ്ലാറ്റിൻ്റെ പട്ടികയിൽ അവർക്ക് ഇടം പിടിക്കാൻ ഇടം കിട്ടിയില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് സർക്കാരിൻ്റെ ഈ സമീപത്ത് പണിത പുതിയ ഫ്ലാറ്റ് കിട്ടാൻ അർഹതയുണ്ടായിരുന്നത്. മറ്റു പലരും തന്നെ ഈ പട്ടികയ്ക്ക് പുറത്തായി. അത്തരത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ വീടൊന്നുമില്ലാതെ അവർ കഷ്ടപ്പെടുന്നത്. എന്തായാലും ഈ കെട്ടിടത്തിലുള്ളവർ എത്ര കാലമായി ഈ ഇവിടെ താമസിക്കുന്നവരാണ്? എത്ര പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇതൊക്കെ? ഇവരിനി എവിടെ പോകും എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഏതാണ്ട് 3000-ഓളം വരുന്ന കുടുംബങ്ങൾ എന്നാണ് അജീഷ് പറഞ്ഞത്, അല്ലേ? തീർച്ചയായും ഗോപി, അത് ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുടിയേറി പാർത്ത, അതായത് 10 വർഷം മുമ്പ് ഇവിടെ കുടിയേറി പാർത്തവർ വരെ ഉണ്ട്. അത് UP, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ കുടിയേറി പാർത്തവരുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും വ്യക്തമായ രേഖകളില്ല. ഡൽഹിയിൽ അധിവസിച്ച് ജനിച്ച് വളർന്നവരാണെന്നുള്ള രേഖകളില്ലാത്തത് കൊണ്ട് തന്നെ സർക്കാർ ഈ രേഖകളില്ലാത്ത ഈ ആളുകൾക്ക് അവർക്ക് ഫ്ലാറ്റ് കൊടുക്കാൻ പറ്റില്ലെന്നൊരു നിലപാടെടുക്കുകയും ഇവരൊക്കെ അനർഹരുടെ പട്ടികയിലേക്ക് പോവുകയും ചെയ്തു. ഇവർക്കൊന്നും പകരം സർക്കാർ പണിത ഫ്ലാറ്റിൽ ഇടം കിട്ടിയില്ല. അതാണ് ഈ ആളുകൾക്ക്, ഈ ഭൂരിഭാഗം വരുന്ന ആളുകൾക്കും ഇവിടുന്ന് ഒഴിഞ്ഞു പോകാനാകാത്ത ഒരു സ്ഥിതി ഉണ്ടായത്. നിലവിൽ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ മുൻ മുഖ്യമന്ത്രി അതിഷിയുടെ മണ്ഡലം കൂടിയാണിത്, നിയമസഭാ മണ്ഡലം കൂടിയാണ്. അതിഷി അടക്കം ഇവിടെ എത്തി വലിയ രീതിയിൽ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. കാരണം BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആണ് ഈ ബുൾഡോസർ രാജ് ഇങ്ങനെ കൂടുതലായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവർക്കും വീട് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഈ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്താവൂ എന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിന് സർക്കാർ തയ്യാറായില്ല. സർക്കാർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതാദ്യമായിട്ടല്ല. ഈ 3 മാസത്തിനിടയിൽ പല സ്ഥലങ്ങളിലും, നേരത്തെ മദ്രാസി കോളനിയിലും മറ്റ് പല സ്ഥലങ്ങളിലും അടക്കം സർക്കാർ ഇത്തരത്തിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ കോടതി ഉത്തരവിൻ്റെ പിന്നാലെ ഇടിച്ചു നിരത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കൽക്കാജി മേഖലയിലും ബുൾഡോസർ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇടിച്ചു നിരത്തൽ ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു. പക്ഷേ ഒരുപാട് പേർ ഇപ്പോഴും ഇടിച്ചു നിരത്തിയ വീടുകൾക്ക് മുമ്പിൽ നിസ്സഹായരായി നോക്കി നിൽക്കുന്നുണ്ട്, എങ്ങോട്ട് പോകുമെന്നറിയാതെ. ഈ കാര്യത്തിൽ നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നതാണല്ലോ, ഈ ബുൾഡോസർ രാജ് പാടില്ല എന്ന കാര്യം. പ്രത്യേകിച്ച് ഈ പ്രയാഗ്രാജ് ഡെവലപ്മെന്റ് അതോറിറ്റി 10 ലക്ഷം രൂപ ഈ ഇങ്ങനെ പൊളിച്ച് പോയ വീടുകളിലെ ആളുകൾക്ക് നൽകണം എന്നൊക്കെയുള്ളൊരു പ്രധാനപ്പെട്ട വിധി 2021 വന്നതല്ലേ? ഇത് നേരത്തെ വന്നതാണല്ലോ, 2025 തോന്നുന്നു. ഇതിൽ പിന്നെ എങ്ങനെയാണ് ഇത് നടക്കുന്നത് അജീഷ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ഗോപികൃഷ്ണൻ, ഈ ഡൽഹിയുടെ അർബൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഡൽഹി സർക്കാർ നേരത്തെ തന്നെ ഈ ഡൽഹിയിലെ പ്രധാനപ്പെട്ട സർക്കാർ ഭൂമിയിൽ കെട്ടിയ കെട്ടിടങ്ങൾ, അത് കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുണ്ട്, അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ പൊളിച്ചു നീക്കണമെന്നുള്ളൊരു കേസ് നേരത്തെ തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഈ വർഷങ്ങളായിട്ടുള്ള വ്യവഹാരങ്ങൾക്കൊക്കെ ശേഷമാണ് ഈ അവിടുത്തെ വ്യക്തമായ രേഖകളുള്ളവർക്ക് പകരം ഭൂമി നൽകിയാൽ ആ കെട്ടിടങ്ങളൊക്കെ തന്നെ പൊളിച്ചു നീക്കാമെന്ന ഒരു ധാരണ
സംസ്ഥാനങ്ങളിൽ എത്തുന്നു. പിന്നീട് ഹൈക്കോടതി അത് ഉത്തരവിടുകയും ചെയ്തത്. ഡൽഹി ഹൈക്കോടതി ഉത്തരവിന്റെ അതിന് പിന്നാലെയാണ് ഇപ്പോൾ DDA ഇങ്ങനെ ഒരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലല്ല, ഡൽഹി ഹൈക്കോടതി ഉത്തരവ് ഇട്ടതിന് പിന്നാലെയാണ് സർക്കാർ ഈ നടപടിയുമായി മുന്നോട്ട് പോയത്. ഈ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ ഇവിടെ താമസിക്കുന്നവർക്ക്, ഇവിടുത്തെ അന്തേവാസികൾക്ക് ഒഴിഞ്ഞു പോകാൻ സമയവും നൽകിയെന്നാണ് ഡൽഹി സർക്കാർ പറയുന്നത്. നമുക്കറിയാൻ സാധിക്കുന്നത് ജൂൺ 6-ന് ശേഷം DDA തന്നെ ഇവിടുത്തെ താമസക്കാർക്ക് നോട്ടീസ് നൽകിയിരുന്നു. അവർക്ക് 3 ദിവസം ഒഴിഞ്ഞു പോകാനുള്ളൊരു സമയം കൊടുത്തിരുന്നു. 8, 9, 10 10-ാം തീയതിയാണ് അവസാനമായി അവർക്ക് ഒഴിഞ്ഞു പോകാനുള്ളൊരു സമയം കൊടുത്തത്. അതിനുശേഷം, അതായത് ഇന്ന് ആണ് ഇവർ നടപടി തുടങ്ങിയത്. അതായത് ഒഴിഞ്ഞു പോകാനുള്ളൊരു സമയം കൊടുത്ത് നോട്ടീസ് നൽകിയ ശേഷമാണ് തങ്ങൾ ഈ ബുൾഡോസർ ഉപയോഗിച്ച് ഈ അനധികൃത കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തിയത് എന്നാണ് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി ഇപ്പോൾ വിശദീകരിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൽക്കാജിയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വീണ്ടും ബുൾഡോസർ ഇടിച്ചു നിരത്തൽ കൽക്കാജി മേഖലയിൽ. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് ഡൽഹി വികസന അതോറിറ്റിയുടെ ഈ നടപടി. 3000-ഓളം കുടുംബങ്ങൾ ഏതാണ്ട് വർഷങ്ങളായി കഴിയുന്ന അവരുടെ പാർപ്പിടങ്ങളാണ് ഈ ഇടിച്ചു നിരത്തലിലൂടെ ഇല്ലാതായിരിക്കുന്നത്. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.